ഓക്കെ, നമുക്കിന്ന് പഠിക്കേണ്ടത് EVS ആണ്. EVS നമുക്കിന്ന് പഠിക്കേണ്ടത് പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ്. നമുക്കിന്ന് എന്താണ് പഠിക്കേണ്ടത്? സേഫ്റ്റി ഓൺ ദ റോഡ്, സേഫ്റ്റി ഓൺ ദ റോഡ്, സേഫ്റ്റി ഓൺ ദ സ്കൂൾ, സേഫ്റ്റി at school, safety at school, then safety in parks and playground. ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ടത് കേട്ടോ. അല്ല, സേഫ്റ്റി ഓൺ റോഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സേഫ്റ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ക്രോസിംഗ് അല്ലേ? ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അപ്പോഴുള്ള സേഫ്റ്റി എന്താണ് സീബ്ര ക്രോസിംഗ് അല്ലേ? സീബ്ര ക്രോസിംഗിലൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞോ, ബിഫോർ ക്രോസിംഗ് ലുക്ക് ടു യുവർ റൈറ്റ് ആൻഡ് ദെൻ look your left, then again look your right അല്ലേ? ഇതാണ് നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ നമുക്ക് പഠിക്കേണ്ടത് വിശദമായിട്ട് ടീച്ചർ ടെക്സ്റ്റ് വായിച്ച് പറഞ്ഞു തരാം. അപ്പോൾ പഠിക്കേണ്ടുന്ന പോർഷൻസിൽ നിന്നും ഹാർഡ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് വായിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പ്ലീസ് ലിസൺ ഹിയർ ചിൽഡ്രൻ. സേഫ്റ്റി ഓൺ ദ റോഡ്, safety at school, safety in parks and playground. First Harvard first. Pavement, zebra crossing, traffic, available, injured, staircase, bath, fencing, harmful. Once more to reading, please listen here. Pavement, P-A-V-E-M-E-N-T, pavement. Zebra crossing, Z-E-B-R-A-C-R-O-S-S-I-N-G, zebra crossing. Traffic, T-R-A-F-F-I-C, traffic. Available, A-V-A-I-L-A-B-L-E, available. Injured, I-N-J-U-R-E-D, injured. Staircase, S-T-A-I-R-C-A-S-E, staircase. Barbed, B-A-R-B-E-D, barbed. Fencing, F-E-N-C-I-N-G, fencing. Harmful, H-A-R-M-F-U-L, harmful. Pavement, zebra crossing, traffic, available, injured, staircase, bath, fencing, harmful. Okay children, test paper on 22 coming Monday. Test paper ആണ് lesson our body. lesson എന്താണ്? lesson 1 our body എന്ന് പറയുന്ന lesson test paper ആണ്. എല്ലാവരും test paperന് വേണ്ടി പഠിക്കുക, തയ്യാറാവണം കേട്ടോ. Okay children, നമുക്കിനി ടെക്സ്റ്റ് വായിക്കാം. Okay children, all of you take your text, page number 97. Safety on the road. Safety on the road. റോഡിലെ സുരക്ഷിതത്വം. റോഡിലെ സുരക്ഷിതത്വം എങ്ങനെയാണ് പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇപ്പോൾ വിശദമായിട്ട് പഠിക്കാം. ദെൻ ഫസ്റ്റ് പോയിന്റ്, ഓൾവേസ് കീപ് ക്ലോസ് ടു ദ എൽഡേഴ്സ് ഓൺ ദ റോഡ്. എപ്പോഴും മുതിർന്നവരോട് ചേർന്ന് നടക്കുക. റോഡിലൂടെ പോകുമ്പോൾ മുതിർന്നവരോട് ചേർന്ന് പോവുക. ദെൻ സെക്കൻഡ് പോയിന്റ്, യു ഷുഡ് ഓൾവേസ് വാക്ക് ഓൺ ദ പാവ്മെൻറ്റ് ഓർ ഓൺ ദ സേഫ് സൈഡ് ഓഫ് ദ റോഡ്. എങ്ങനെയാണ് നടക്കേണ്ടത്? നിങ്ങൾ എപ്പോഴും നടപ്പാതയിലൂടെ നടക്കണം, റോഡിൻ്റെ സുരക്ഷിതമായ വശത്തൂടെ നടക്കണം. ദെൻ തേർഡ് പോയിന്റ്, യൂസ് എ സീബ്ര ക്രോസിംഗ് ടു ക്രോസ് ദ റോഡ്. ബിഫോർ ക്രോസിംഗ് യൂസ് സീബ്ര ക്രോസിംഗ് അല്ലേ? സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ബിഫോർ, അതിന് മുൻപേ, ക്രോസ് ചെയ്യുന്നതിന് മുൻപേ, ബിഫോർ ക്രോസിംഗ് ലുക്ക് ടു യുവർ റൈറ്റ്, ദെൻ ടു യുവർ ലെഫ്റ്റ് ആൻഡ് ദെൻ എഗെയിൻ ടു യുവർ റൈറ്റ്. എന്താണ് പറയുന്നത്? ക്രോസ് ചെയ്യുന്നതിന് മുൻപേ വലത്തോട്ട് നോക്കുക, ദെൻ ടു യുവർ ലെഫ്റ്റ്, ഇടത്തോട്ടും നോക്കുക, ആൻഡ് ദെൻ എഗെയിൻ ടു റൈറ്റ്, ആൻഡ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ക്രോസ് ദ റോഡ് വെൻ ദ ട്രാഫിക് ലൈറ്റ് ഈസ് റെഡ് ഓർ വെൻ ദ ട്രാഫിക് സ്റ്റോപ്സ് അല്ലേ? എന്താണ് പറയുന്നത്? റെഡ് ലൈറ്റ് ട്രാഫിക് ലൈറ്റ് ചുവപ്പായിരിക്കുമ്പോഴോ ട്രാഫിക് നിർത്തുമ്പോഴോ മാത്രം റോഡിൽ മുറിച്ച് കടക്കുക. when the traffic stops.
യൂസ് സബ്വേസ് വെയറെവർ അവൈലബിൾ ടു ക്രോസ് ബൈ റോഡ്. അല്ലെങ്കിൽ സബ്വേ, തിരക്കേറിയ റോഡുകൾ മുറിച്ചു കിടക്കാൻ ലഭ്യമായ എല്ലാ സബ് വേകളും ഉപയോഗിക്കുക, യൂസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡു നോട്ട് പുട്ട് യുവർ ഹെഡ് ഓർ എനി അതർ പാർട്ട് ഓഫ് യുവർ ബോഡി ഔട്ട് ഓഫ് എ മൂവിങ് വെഹിക്കിൾ, എ പാസിംഗ് വെഹിക്കിൾ മൈറ്റ് ഹിറ്റ് യു. എന്താണ് പറയുന്നത്? ഓടുന്ന വാഹനത്തിൽ നിന്ന് തലയോ ശരീരത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗമോ വയ്ക്കരുത്. കടന്നു പോകുന്ന വാഹനം നിങ്ങളെ ഇടിച്ചേക്കാം. കടന്നു പോകുന്ന വാഹനം നിങ്ങളെ ഇടിച്ചേക്കാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡു നോട്ട് ഗെറ്റ് ഇൻ ടു ഓർ ഗെറ്റ് ഓഫ് എ മൂവിങ് വെഹിക്കിൾ, യു മൈറ്റ് ഗെറ്റ് ഇൻജേർഡ്. എന്താണ് മൂവിങ് വെഹിക്കിൾ? എന്താണ് വെഹിക്കിൾ ഓടുമ്പോഴത്തേക്ക്, വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ടേക്കിംഗ് എ ടേൺ അല്ലേ. സൈക്കിൾ ഓടിക്കുമ്പോൾ എപ്പോഴും ഇടതുവശം വഴി ഓടിക്കുക. ടേൺ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ കൈ കാണിച്ച് സിഗ്നൽ, കൈ കാണിച്ച് സൂചിപ്പിക്കണം. യെസ്. ദെൻ ഡു നോട്ട് റൺ അക്രോസ് ദ റോഡ് ഓർ പ്ലേ ഓൺ ദ റോഡ്, യു മൈറ്റ് ബി ഹിറ്റ് ബൈ എ പാസിംഗ് വെഹിക്കിൾ. എന്താണ് പറയുന്നത്? റോഡിലൂടെ കളിക്കാനോ ഓടാനോ ഒന്നും പാടില്ല അല്ലേ. റോഡിലൂടെ കളിക്കാനോ കുറുകെ ഓടുകയോ റോഡിൽ കളിക്കുകയോ ചെയ്യരുത്. കടന്നു പോകുന്ന വാഹനം നിങ്ങളെ ഇടിച്ചേക്കാം. വാട്ട് വിൽ യു സജസ്റ്റ്? ആക്ടിവിറ്റി ടൈമാണ് ഒന്ന് തന്നേക്കുന്നത്. വാട്ട് വിൽ യു സജസ്റ്റ് ടു ദീസ് ചിൽഡ്രൻ ടു കീപ് സേഫ്? ഡിസ്കസ് ഇൻ ക്ലാസ്. ലുക്ക് ദീസ് പിക്ചേഴ്സ്, ലുക്സ് ദീസ് 3 പിക്ചേഴ്സ്. നോക്കുക, നോക്കി മനസ്സിലാക്കി വെക്കുക. ഗൂഗിൾ മീറ്റിൽ ഞാൻ ചോദിക്കും, അപ്പോൾ എനിക്ക് ആൻസർ തരണം. ഓക്കെ. ദെൻ സേഫ്റ്റി അറ്റ് സ്കൂൾ, സ്കൂളിലെ സുരക്ഷിതത്വം. ഫസ്റ്റ് പോയിന്റ്, ഡു നോട്ട് ഗെറ്റ് ഇൻ ടു ഓർ ഗെറ്റ് ഓഫ് എ മൂവിങ് ബസ്, ഓടുന്ന ബസ്സിൽ കയറുകയോ ഇറങ്ങുകയോ ചെയ്യരുത്. ഓൾവേസ് സ്റ്റാൻഡ് ഇൻ എ ക്യൂ ആൻഡ് വെയിറ്റ് ഫോർ യുവർ ടേൺ അല്ലേ. എന്താണ്? എപ്പോഴും ക്യൂവിൽ നിൽക്കുക, തിരിയുന്നത് വരെ ക്യൂവിൽ നിൽക്കുക. നെവർ പുഷ് അതേഴ്സ് വൈൽ വെയിറ്റിംഗ് ഇൻ എ ക്യൂ, ക്യൂവിൽ നിൽക്കുമ്പോൾ ആരെയും തള്ളരുത്. ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരെ തള്ളരുത്. അതർവൈസ് സംബഡി മൈറ്റ് ഫോൾ ആൻഡ് ഗെറ്റ് ഹർട്ട് അല്ലേ. മറ്റുള്ളവരെ തള്ളുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? ആരെങ്കിലും വീണ് പരിക്കേൽക്കുകയും ചെയ്യും അല്ലേ. Then next point, do not run down the staircase or push others while standing on the staircase. You or others may fall and get injured. എന്താണ്? സ്റ്റെയർ കേസിലൂടെ ഇറങ്ങി ഓടുകയോ മറ്റുള്ളവരെ പുഷ് ചെയ്യുകയോ ചെയ്യരുത്. എന്ത് ചെയ്യും? മറ്റുള്ളവർ വീണ് പരിക്കേൽക്കാം അല്ലേ. The next point, do not rush through a gate to enter or get out of your school. You may hit the gate and ഗെറ്റ് ഹർട്ട് അല്ലേ. നിങ്ങളുടെ സ്കൂളിൽ പ്രവേശിക്കുന്നതിനോ പുറത്ത് കടക്കുന്നതിനോ ഒരു ഗേറ്റിലൂടെ മാത്രമേ പോകാവൂ എങ്കിൽ അത് തിരക്ക് കൂട്ടരുത്. നിങ്ങൾ ഗേറ്റിൽ തട്ടി പരിക്കേൽക്കാം, മുറിവേൽക്കാം അല്ലേ. മുറിവേൽക്കാം, ഗേറ്റിൽ തട്ടി മുറിവേൽക്കാം. ദെൻ ഡു നോട്ട് ക്ലൈംബ് ഓൺ ഓർ റൺ അറൗണ്ട് ദ ഫർണിച്ചർ ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലെ ഫർണിച്ചറുകളുടെ മുകളിൽ കൂടെ ഓടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ. യെസ്, ഡു നോട്ട് ക്ലൈംബ് ഓൺ ഓർ റൺ അറൗണ്ട് ദ ഫർണിച്ചർ ഇൻ ദ ക്ലാസ് റൂം. ഫർണിച്ചറിന് ചുറ്റും ഓടരുത്, അതിൻ്റെ മുകളിലൂടെയും ഓടാൻ പാടില്ല. ദെൻ ഡു നോട്ട് ഹിറ്റ് എനി വൺ ഓർ ത്രോ. സേഫ്റ്റി ഇൻ പാർക്സ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്, പാർക്കിലും പ്ലേ ഗ്രൗണ്ടിലുള്ള സുരക്ഷിതത്വം പറഞ്ഞേക്കുന്നു. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ബി കെയർഫുൾ വൈൽ പ്ലേയിങ് ഇൻ എ പാർക്ക് ഓർ പ്ലേ ഗ്രൗണ്ട് ഹാവിങ് ബാർബ്ഡ് വയർ ഫെൻസിങ്. കീപ് ഡിസ്റ്റൻസ് ഫ്രം ദ വയർ. എന്താണ് പറയുന്നത്? പ്ലേ ചെയ്യുന്ന സ്ഥലത്ത് പാർക്കിലായിരുന്നാലും ബാർബ്ഡ് വയർ ഫെൻസിങ്, കമ്പി വേലി പോലെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അകലം പാലിച്ച് നിന്ന് വേണം പ്ലേ ചെയ്യാൻ അല്ലേ. യെസ്. Then do not run on an uneven ground or you may fall down. എന്ന് പറയുമ്പോൾ എന്താണ്? ഈ അൺഈവൻ ഗ്രൗണ്ട് ഉണ്ട്, പ്ലേ ഗ്രൗണ്ട് അല്ലാത്ത അസമമായ ഗ്രൗണ്ടിലൂടെയൊന്നും ഓടാൻ പാടില്ല, അവിടെ വീണ് പരിക്കേൽക്കാം. ഡു നോട്ട് പ്ലേ ഗെയിംസ് ലൈക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഇൻ ഡാർക്ക് ലോൺലി പ്ലേസസ്. ഇരുണ്ട പ്രദേശങ്ങളിൽ ഹൈഡ് ആൻഡ് സീക്ക് പ്ലേ ഒന്നും കളിക്കാൻ പാടില്ല. ഹാംഫുൾ ഇൻസെക്ട്സ് ഹൈഡ് ഇൻ സച്ച് പ്ലേസസ് ആൻഡ് ദേ ക്യാൻ സ്റ്റിങ് യു. എന്താ പറയുന്നത്?
അത്തരം സ്ഥലങ്ങളിൽ ഹാനികരമായ പ്രാണികൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കും. മറഞ്ഞിരിക്കാനും അവ നിങ്ങളെ കടിക്കുകയും മുറിവേൽപ്പിക്കുകയും ഒക്കെ ചെയ്യും. Children, all of you take your notebook, write today's date and day. Safety on the road, safety at school, safety in parks and playground. ഇത്രയും പോർഷൻസിലെ ഹാർഡ് വേർഡ്സ് ആണ്. Pavement, zebra crossing, traffic, available, injured, staircase, barbed, fencing, harmful. Okay, once more to reading. Pavement, zebra crossing, traffic, available, injured, staircase, barbed, fencing, harmful. Please listen. Pavement, P-A-V-E-M-E-N-T, pavement. Zebra crossing, Z-E-B-R-A-C-R-O-S-S-I-N-G, zebra crossing. Traffic, T-R-A-F-F-I-C, traffic. Available, A-V-A-I-L-A-B-L-E, available. Injured, I-N-J-U-R-E-D, injured. Staircase, S-T-A-I-R-C-A-S-E, staircase. Barbed, B-A-R-B-E-D, barbed. Fencing, E-F-E-N-C-I-N-G, fencing. Harmful, H-A-R-M-U-L, H-A-R-M-F-U-L, harmful. ഇത്രയും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ 5 times എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തന്നേക്കും. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലോ. യെസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഷേപ്സ് ആൻഡ് പാറ്റേൺസ് ആണ്. എഡ്ജസും ഫേസ് എന്താണെന്നൊക്കെ ടീച്ചർ ക്ലിയർ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇന്ന് പഠിക്കേണ്ടത് പാറ്റേൺസ് ആണ്. അതിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, all of you take your textbook. Please listen here. Page number 79 എടുത്തേ. Patterns. Patterns are arrangement of repeated designs, figures, letters, objects or numbers. You can see patterns on a dress, bed sheet, doors, walls, etc. and even in series of numbers. For a design to be a pattern, it must follow certain rules of sequence. എന്താണ് പാറ്റേൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിച്ചു വരുന്ന, റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡിസൈൻസ്, ഫിഗേഴ്സ്, വസ്തുക്കൾ, പിന്നെ എന്താണ് ലെറ്റേഴ്സ്, അങ്ങനെ എന്നിവയുടെ ഒരു ക്രമീകരണത്തെയാണ്, ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാറ്റേൺസ് നമ്മൾ പല രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബെഡ്ഷീറ്റ്സിൽ, ഡോറിൽ, വാൾസിൽ, ക്ലോത്ത്സിൽ, ഡ്രസ്സസിലൊക്കെ നമ്മൾ ഈ പാറ്റേൺസ്, ഡിസൈൻസൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഈ ഡിസൈൻസ് നമ്മളൊരു കറക്റ്റ് ഓർഡറിൽ നമ്മൾ പാറ്റേൺസ് ആകണമെങ്കിൽ നമ്മൾ അതിൻ്റെ കുറച്ച് റൂൾസ് പാലിക്കണം. കുറച്ച് റൂൾസ് ഉണ്ട്. Okay, then first example 2, look at the following designs to see whether they form pattern or not. എന്താണ് ഈ തന്നേക്കുന്ന ഡിസൈന് ഒരു പാറ്റേൺ ആണോ അതോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഫസ്റ്റ് നോക്കിയേ, ആദ്യം തന്നേക്കുന്ന ആ ഡിസൈൻസ് നന്നായിട്ട് ശ്രദ്ധിച്ച് കെയർഫുള്ളി നോക്കുക. നോക്കിയതിന് ശേഷം ഇവിടെ എന്താ കാണുന്നത്? എല്ലാ ഫ്ലവേഴ്സും എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സീക്വൻസിലാണ്. കറക്റ്റോ? അതായത് ഒരു ഫ്ലവറാണ്, അത് പല കളറും കൊടുത്തേക്കുന്നു. അപ്പോൾ എന്താണ്? അതൊരു ഡിസൈനാണല്ലേ. ഫ്ലവർ എന്ന് പറയുന്ന ഒരുപോലത്തെ ഫ്ലവേഴ്സാണ് എല്ലാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പാറ്റേൺ ആണ്. ഓക്കെ, ദിസ് ഡിസൈൻ ഈസ് എ pattern. Next നോക്കിയേ, 5, 10, 15, 20, 25, 30, 35, 40 നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഇതൊരു കറക്റ്റ് ഒരു നമ്പേഴ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു പാറ്റേൺ ആണോ എന്നതാണ് നോക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? 5, 10, 15, 20, 25, 30, 35 എന്നുള്ളത് ഒരു സീരീസ് ആണ് അല്ലേ. ഒരു കറക്റ്റ് ഒരു ഓർഡറിലാണ് അത് പോയേക്കുന്നത്. 5, അതായത് ഒരു സംഖ്യയിൽ നിന്ന് 5 നമ്പേഴ്സ് ആഡ് ചെയ്താണ് അതൊരു കറക്റ്റ് പാറ്റേണിൽ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ദ നമ്പറിൻ്റെ ഗിവൺ സീരീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സീക്വൻസ്. പിന്നെ എന്താ പറയാം? ദ സീരീസ് ഫോളോസ് എ പാറ്റേൺ. ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ ഫിഗർ.
തന്നേക്കുന്ന ഒബ്ജക്ട്സ് നോക്കിയേ കറക്റ്റ് എന്താണ് ഡിസൈൻസും കറക്റ്റ് ഓർഡറിലാണോ അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. നോക്കിയേ എല്ലാവരും നൽകിയിരിക്കുന്ന രൂപങ്ങൾ ആ വസ്തുക്കളുടെ ക്രമീകരണത്തിൽ ഒരു നിയമവും പാലിക്കാത്തവയാണ് അല്ലേ. ഇത് പലതും പല ഓർഡറിലാണ് കൊടുത്തേക്കുന്നത്. ഒരേപോലെ ഒരേ സീരീസിലോ ഒരു അറേഞ്ച്മെൻറ്റിലോ ഒക്കെ വ്യത്യാസമാണ്. അപ്പം ഇറ്റ് ഈസ് നോട്ട് എ pattern. There is no rule followed in the arrangement of objects in the given designs. ഈ തന്നിരിക്കുന്ന ഡിസൈൻസിൽ ഒരു റൂൾസും ഒബേ ചെയ്തിട്ടില്ല, അനുസരിച്ചിട്ടില്ല. അപ്പോൾ അതൊരു നല്ലൊരു പാറ്റേൺ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇറ്റ് ഈസ് നോട്ട് എ ഇതൊരു പാറ്റേണേ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ പാറ്റേൺ. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 80 എടുത്തേ. കോപ്പി ദ പാറ്റേൺസ്. ഇവിടെ ഒരു പാറ്റേൺ കൊടുത്തേക്കുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതുപോലെ ഡ്രോ ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് പാറ്റേൺ നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് കോപ്പി ചെയ്ത് ടീച്ചറിനെ കാണിക്കുക. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ഗിവൺ പാറ്റേൺസ് ആൻഡ് കംപ്ലീറ്റ് ദം. ഓക്കെ, കറക്റ്റായിട്ട് നോക്കുക പാറ്റേൺസ് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, എങ്ങനെയാണ് അത് തന്നിരിക്കുന്നതെന്ന് അതിൻ്റെ ഓർഡർ നോക്കിയതിന് ശേഷം അതുപോലെ അറേഞ്ച്മെൻറ്റ് ചെയ്യുക. പാറ്റേൺസ് കംപ്ലീറ്റ് ചെയ്യുക. ഓരോന്നും അങ്ങനെ തന്നെയാണ്, കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഒബ്സർവ് the patterns in numbers and write the next 3 numbers. ഓക്കെ, ഇവിടെ പാറ്റേൺസ് തന്നിട്ടുണ്ട്. അതിൻ്റെ നെക്സ്റ്റ് 3 നമ്പേഴ്സും കൂടി എഴുതി നമുക്ക് ഫിൽ ചെയ്യണം. 8, 12, 16, 20. നെക്സ്റ്റ് 3, 8, 13, 18, 23, 10, 25, 30, 45, 50. അങ്ങനെ കുറച്ച് നമ്പേഴ്സാണ്. ഇത് ഏത് ഓർഡറിൽ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കിയതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ചെയ്തത് ഫില്ല് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സിമെട്രി. സിമെട്രി, ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദി ബട്ടർഫ്ലൈ ഗിവൺ alongside carefully. You will notice that the left side of the butterfly is similar to its right side. So we can divide the picture of butterfly into 2 similar halves by a drawing line through the center as shown. Similarly, there are many other natural and man-made things which show similarity in their halves. Let's see some of them. ഓക്കെ, നമ്മൾ എന്താണ് സിമെട്രിയാണ് പഠിക്കുന്നത്. എന്താണ് സിമെട്രി? ഓക്കെ, ഇവിടെ ഒരു ബട്ടർഫ്ലൈ കാണാം അല്ലേ. ഒരു ബട്ടർഫ്ലൈ കാണാം, ശ്രദ്ധിച്ച് നോക്കിയേ. ആ ബട്ടർഫ്ലൈൻ്റെ കറക്റ്റ് എന്താണ്, ഇടതുവശം അതിൻ്റെ വലതുവശവുമായിട്ട് സമാനമാണ്, ഒരുപോലെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈക്വലായിട്ട് ഹാഫ്സ്, അതിൻ്റെ ഹാഫ്സ് കണ്ടുപിടിക്കാൻ കഴിയും. രണ്ട് ഹാഫ്സായിട്ട് നമുക്ക് വിഭജിക്കാൻ കഴിയും. ഓക്കെ, anything which can be divided into similar parts is called symmetry. അപ്പോൾ 2 സമാന ഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയുന്നവയാണ് നമ്മൾ സിമെട്രി എന്ന് പറയുന്നത്. ആൻഡ് ദ ലൈൻ which divides it into similar parts is called line of symmetry. അപ്പോൾ ഈ സിമെട്രി എന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ലൈൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ രേഖ, അതായത് സമാന ഈക്വൽ ഭാഗങ്ങളായിട്ട് വരുന്ന രേഖയെയാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. ദിസ് പ്രോപ്പർട്ടി ഓഫ് ബീയിങ് മെയ്ഡ് ഓഫ് എക്സാക്ട്ലി സിമിലർ പാർട്ട് ഈസ് നോൺ ആസ് സിമെട്രി. ഈ ഗുണം അതെന്താണ്, അപ്പോൾ എക്സാക്ട്ലി സിമിലർ ആയിട്ട് വരുന്നതിന് നമുക്ക് സിമെട്രി എന്ന് പറയാം. നെക്സ്റ്റ്, ടൈലിങ്സ്. Tilings. You must have seen tiles on the walls and floors of kitchen, bathrooms and even rooms. We use tiles to cover a surface. They can be of any shape, size, designs and colors. Arranging tiles in a pattern such that they fit next to each other without leaving any gaps in between is known as tiling. Tiles എന്താണ് നമുക്കറിയാം അല്ലേ. യു മസ്റ്റ് ഹാവ് സീൻ ടൈൽസ്. നമ്മളെല്ലാവരും ടൈൽസ് കണ്ടിട്ടുണ്ട്, വാൾസിലും കിച്ചണിലും ബാത്റൂംസിലും. അങ്ങനെ ഈവൻ നമ്മുടെ റൂമിൽ പോലും ടൈൽസ് കവർ ചെയ്യാറുണ്ട്. ആ സർഫസ് കവർ ചെയ്യുന്നത് ടൈൽസ് കൊണ്ടാണ്. ദേ ക്യാൻ ബി എനി ഷേപ്പ്, പല ഷേപ്പിലും സൈസിലും ഡിസൈൻസിലും കളേഴ്സിലൊക്കെ നമ്മൾ എന്താണ് ടൈൽസ് കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒബ്സർവ്
the following figures. നോക്കിയേ figures ഒക്കെ ഒന്ന് നോക്കിയേ. The arrangement shown in this figure is called tiling. ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമുക്ക് ടൈലിംഗ് എന്ന് പറയുന്നത്. കറക്റ്റ് ഒരു പാറ്റേൺ, അതായത് ഒരു ഗ്യാപ്പോ ഒന്നുമില്ലാതെ, നോ ഗ്യാപ്സ് ബിറ്റ്വീൻ എനി ടു ടൈൽസ്, രണ്ട് ടൈൽസ് ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ ഒരു ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്യുന്നതിനെയാണ് നമ്മളൊരു ടൈലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ഫോളോയിങ് അറേഞ്ച്മെൻറ്റ്സ്. നോക്കിയേ ഇവിടെ ഗ്യാപ്സ്, സ്പേസ്. ദെൻ ഇവിടുത്തെ നോക്കിയേ ഈ ഫിഗറിൻ്റെ സ്പേസസ്. In these arrangements of tiles there is space in between the tiles. ഇതിനൊക്കെ ഈ ടൈൽസിൻ്റെ ഇവിടെ എന്താണ് സ്പേസ് ഉണ്ടല്ലോ, ഒരുപാട് സ്പേസ് ഇങ്ങനെ കാണുന്നു. Such arrangements are not called tilings. Okay, all of you take your notebooks. Look at the given pattern and complete them. നമ്മൾ ടെക്സ്റ്റിൽ കണ്ടായിരുന്നു ഇതുപോലത്തെ ഒരു ആക്ടിവിറ്റി. അപ്പം അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പാറ്റേൺസ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ആദ്യം നന്നായിട്ട് നോക്കുക, അതിനുശേഷം എങ്ങനെയാണ് ചെയ്തേക്കുന്നത് നോക്കിയതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ 3 വർക്ക്സ്, 2 വർക്ക്സും അതുപോലെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വർക്ക്, ഒബ്സർവ് ദ പാറ്റേൺ ഇൻ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ്. നമ്പേഴ്സ് തന്നിട്ടുണ്ട്, പാറ്റേൺ നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഇനി വരുന്ന 3 നമ്പേഴ്സ്. അപ്പം നമ്പേഴ്സ് ആദ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ പാറ്റേൺസ് ഫോം ചെയ്തേക്കുന്നതെന്ന്. അതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്ത് കാണിക്കുക. സ്വന്തമായിട്ട് തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചത് സീസൺസിനെ കുറിച്ചാണ്, അല്ലെ, ഡിഫറെൻറ്റ് സീസൺസിനെ കുറിച്ചാണ്. പിന്നെ സീസൺസ് ഓഫ് ദ വേൾഡ്, നമ്മുടെ ലോകത്തിലെ ഏതെല്ലാം സീസൺസ് ഉണ്ട് എന്നൊക്കെ പഠിച്ചു. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ ആൻഡ് റെയിനി സീസൺ. ഇതിനെക്കുറിച്ച് ഓരോന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. then അതിന്റെ കണ്ടിന്യൂഷനാണ് പഠിക്കാനുള്ളത്. ഇന്ത്യയിലെ സീസൺസ് ഇൻ ഇന്ത്യയിലെ സീസൺസ് ഏതൊക്കെയാണ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ഓരോ സീസൺസിലെയും നമ്മുടെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എന്തൊക്കെയാണ്, ഫുഡ് കഴിക്കുന്ന രീതി, അങ്ങനെ ഓരോ രീതികളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് റീഡ് ചെയ്ത് ടീച്ചർ പറഞ്ഞു തരാം, ശ്രദ്ധയോടെ ഇരിക്കുക. ഓക്കെ, all of you take your textbook. Please listen here, page number 131, 131. Okay, lifestyles of people in different seasons. Seasons play a vital role in our everyday life. The food we eat, the clothes we wear, and the houses we live in depends on the seasons experienced in the place where we live. In summer, we sweat a lot because of the heat, so people prefer light cotton clothes. Cold food like ice creams and cold drinks are preferred during this season. In winter, as it is cold, people wear thick woolen clothes. The weather becomes very cold when it rains continuously. People use raincoats and umbrellas to move out. In places where it is always very cold, like polar regions and high mountain areas, people wear fur clothes and clothes made of animal skin. Hot drinks and hot food are preferred in this season. In cold areas and places with heavy snowfall and rainfall, houses are built with sloping roofs. Okay, അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽസ് ഓഫ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് സീസൺസ് ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ സീസൺസിലും നമുക്ക് ഓരോ സീസൺസിലും നമുക്ക് ലൈഫ് സ്റ്റൈൽസ്, നമ്മുടെ പീപ്പിൾസിൻ്റെ ലൈഫ് സ്റ്റൈല് ഓരോ രീതിയാണ്. സീസൺസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ അവർ എവറിഡേ ലൈഫ്. ദ ഫുഡ് വി ഈറ്റ്, the clothes we wear, and houses we live in depends on these seasons experienced in the place where we live. എന്താണ് പറയുന്നത്, നമ്മൾ ഓരോ സീസൺസിലും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെയും ഒക്കെ ഓരോ സീസൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആശ്രയിച്ചിരിക്കും എന്നാണ്
പറയുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്താണ് സീസൺസിന് പ്രധാന പങ്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം, ഫുഡ് വി ഈറ്റ്, ക്ലോത്ത്സ് വി വെയർ, ധരിക്കുന്ന വസ്ത്രങ്ങളിലും പിന്നെ താമസിക്കുന്ന വീടും അങ്ങനെ എല്ലാം നമ്മളെ എന്ത് ചെയ്യും, ഓരോ സീസൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇൻ സമ്മർ we sweat a lot because of the heat, so people prefer light cotton clothes. Cold food like ice creams and cold drinks are preferred during this season. നമ്മൾ സമ്മർ സീസണിൽ എങ്ങനെയാണ്, സമ്മർ സീസൺ എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പോൾ സമ്മർ സീസൺ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫുഡായാലും ഫുഡിൻ്റെ രീതിയൊക്കെ കോൾഡ് ഫുഡും ലൈക്ക് ഐസ്ക്രീം ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ്, നമ്മൾ തണുത്ത ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ടും, ഐസ്ക്രീംസ് അങ്ങനെയുള്ള തണുപ്പുള്ളതായ ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ എന്താണ്, കോട്ടൺ ക്ലോത്ത്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്, ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ആണ് ആൾക്കാർ സമ്മർ സീസണിൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇൻ winter, as it is called, people wear thick woolen clothes. The weather becomes very cold when it rains continuously. People use raincoat and umbrellas to move out. Winter season as it's a cold ആണല്ലേ, അപ്പോൾ people wear thick woolen clothes. അപ്പോൾ ആ ടൈമിൽ, ആ സീസണിൽ പീപ്പിൾ എന്താണ്, വൂളൻ ക്ലോത്ത്സ് ആണ് അവർ ചൂസ് ചെയ്യുക, പ്രിഫർ ചെയ്യുന്നത് വൂളൻ ക്ലോത്ത്സ് ആണ്. ദ വെദർ becomes very cold when it's rain continuously. റെയിൻസ്, മഴ കണ്ടിന്യൂസ്ലി ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പിന്നെന്താണ്, നമ്മൾ ആളുകൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ റെയിൻ കോട്ട്സും അംബ്രലാസൊക്കെ കൊണ്ടാണ് പോകുന്നത്. എപ്പോഴും മഴയുള്ള ഒരു അന്തരീക്ഷമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ആ കാലാവസ്ഥയിൽ എന്താണ്, റെയിൻ കോട്ട്സും അംബ്രലാസൊക്കെ നമ്മൾ കയ്യിൽ കരുതിയിരിക്കും. ഇൻ പ്ലേസസ് വെയർ ഇറ്റ് ഈസ് ഓൾവേസ് വെരി കോൾഡ് ലൈക്ക് പോളാർ regions and high mountains areas, people wear fur clothes and clothes made of animal skin. എന്താണ്, ഉയർന്ന പ്രദേശങ്ങൾ, മൗണ്ടെയിൻ ഏരിയാസിൽ, ഹൈ മൗണ്ടെയിൻ ഏരിയാസിലേക്കുള്ള ആൾക്കാർ എപ്പോഴും എന്താണ്, അനിമൽ സ്കിന്ന് കൊണ്ടുള്ള, മൃഗങ്ങളുടെ തൊലി കൊണ്ടുള്ള വസ്ത്രങ്ങളായിരിക്കും കൂടുതലായും ധരിക്കുന്നത്. ഹോട്ട് ഡ്രിങ്ക്സ് ആൻഡ് ഹോട്ട് ഫുഡ് ആർ പ്രിഫേർഡ് ഇൻ ദിസ് സീസൺ. ഈ സീസണിൽ എന്താണ്, ഹോട്ട് ഫുഡും ഹോട്ട് ഡ്രിങ്കൊക്കെയാണ്, ചൂടുള്ള പാനീയങ്ങളും ചൂടുള്ള ഭക്ഷണങ്ങളും ഫുഡൊക്കെയാണ് അവർ കൂടുതലായിട്ടും കഴിക്കാൻ ഉപയോഗിക്കുന്നത്. ഇൻ കോൾഡ് ഏരിയാസ് ആൻഡ് പ്ലേസസ് വിത്ത് ഹെവി സ്നോഫോൾ ആൻഡ് റെയിൻഫോൾ ഹൗസസ് ആർ ബിൽറ്റ് വിത്ത് സ്ലോപ്പിംഗ് റൂഫ്സ്. പിന്നെന്താ പറയുന്നത്, തണുത്ത പ്രദേശങ്ങളിൽ, കോൾഡായിട്ടുള്ള ഏരിയാസിൽ കനത്ത മഞ്ഞുവീഴ്ചയും മഴയും ഉള്ള സ്ഥലങ്ങളിൽ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ചെരിഞ്ഞ മേൽക്കൂരയിലായിരിക്കും. ബിൽഡ് വിത്ത് സ്ലോപ്പിംഗ് റൂഫ്സ്. ഓക്കെ, നോക്കി ഇവിടെ സമ്മർ സീസണിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദെൻ മൺസൂൺ, വിൻ്റർ. ഓക്കെ, നെക്സ്റ്റ് സീസൺസ് ഇൻ ഇന്ത്യ. Our country experiences three main seasons, namely summer, winter and monsoon. Fairly warm weather prevails in southern parts of India almost throughout the year. Northern India has hot summer and a very cold winter. Monsoons are seasonal winds that bring rain to India. Monsoons occur mainly between June and September. എന്താണ് പഠിക്കുന്നത്, ഇന്ത്യയിലെ സീസൺസിനെ കുറിച്ചാണ്. സീസൺസ് ഇൻ ഇന്ത്യ, അവർ കൺട്രി, നമ്മുടെ പ്രധാനപ്പെട്ട സീസൺസ് ആണ്. ഏതൊക്കെയാണ്, നമ്മുടെ കൺട്രിയിലെ പ്രധാനപ്പെട്ട 3 സീസൺസ് ആണ്. ഏതൊക്കെ, സമ്മർ, വിൻ്റർ ആൻഡ് മൺസൂൺ. സമ്മർ, വിൻ്റർ ആൻഡ് മൺസൂൺ എന്നത് 3 മെയിനായിട്ടുള്ള സീസൺസ് ആണ്. ഫെയർലി വാം വെദർ പ്രിവൈൽസ് ഇൻ സൗത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യ almost throughout the year. Northern has hot summer and a very cold winter. Monsoon are seasonal winds that bring rain to India. Monsoon occur mainly between June and September. എന്താ പറയുന്നത്, ഇന്ത്യയുടെ സൗത്തേൺ പാർട്സിൽ എപ്പോഴും എന്താണ് ചൂടാണ്, ചൂടുള്ള
ചൂടുള്ള കാലാവസ്ഥയാണ്. സൗത്തേൺ പാർട്സ്, ഇന്ത്യയുടെ സൗത്തേൺ പാർട്സിൽ ഓൾമോസ്റ്റ് എപ്പോഴും എന്താണ് വാം, അതായത് ചൂടുള്ള കാലാവസ്ഥയാണ്. നോർത്തേൺ ഇന്ത്യ ഹാസ് ഹോട്ട് സമ്മർ ആൻഡ് വെരി കോൾഡ് വിൻ്റർ. നോർത്തേൺ ഇന്ത്യയിൽ ചൂടുള്ള വേനൽക്കാലവും വളരെ തണുത്ത ശൈത്യകാലവും അനുഭവപ്പെടുന്നു. മൺസൂൺസ് ആർ സീസണൽ വിൻഡ്സ് ദാറ്റ് ബ്രിങ് റെയിൻ ടു ഇന്ത്യ. മൺസൂൺസ് ആർ സീസണൽ വിൻഡ്സ് ബ്രിങ് റെയിൻ ടു ഇന്ത്യ. മൺസൂൺ ഇന്ത്യയിലേക്ക് എന്താണ് മഴ അതായത് മഴ കൊണ്ടുവരുന്ന ഒരു കാലത്തെയാണ് മൺസൂൺ സീസൺസ് എന്ന് പറയുന്നത്. മൺസൂൺസ് ആർ സീസണൽ വിൻഡ്സ് ദാറ്റ് ബ്രിങ് റെയിൻ ടു ഇന്ത്യ ബിറ്റ്വീൻ ജൂൺ ആൻഡ് സെപ്റ്റംബർ. ഈ മൺസൂർ കാലഘട്ടം എന്ന് പറയുന്നത് ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് മൺസൂർ കാലം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 132. Draw the things that come to your mind when you hear the term rainy day in your notebook. എന്താണ് പറയുന്നത്? നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റിയാണ്. എന്താണ് റെയിനി ഡേ എന്നുള്ളൊരു ടേം? റെയിനി ഡേ, മഴയുള്ള ഡേ. റെയിനി ഡേ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അപ്പോൾ റെയിനി ഡേ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരുപാട് മഴയാണല്ലേ, നമുക്ക് ഒരുപാട് മഴ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കിൽ റെയിനി ഡേ എന്ന് എഴുതുക. അതിനുശേഷം റെയിനി ഡേ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്നുള്ളത് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, ഡു യു നോ? Mount Sindram, a village near Cherrapunji in Meghalaya state, receives the highest rainfall in India. Second one, Thar Desert in Rajasthan in the driest place in our country. Third one, areas near the equator receive the same amount of sunlight all year long. First one, Mausaram, a village near Cherrapunji in Meghalaya state, received the highest rainfall in India. മേഘാലയയിലെ ചിറാപുഞ്ചിക്ക് സമീപമുള്ള ഒരു സ്ഥലമാണ് ഏത്? മൗസിൻറാം. ആ ഗ്രാമത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം. മേഘാലയയിലെ ചിറാപുഞ്ചിയിലെ ഒരു വില്ലേജാണ് മൗസിൻറാം. അവിടെയാണ് ഹയസ്റ്റ് റെയിൻഫോൾ ഇൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം മൗസിൻറാമിലാണ്. ഓക്കെ, നെക്സ്റ്റ്, താർ ഡെസേർട്ട് ഇൻ രാജസ്ഥാൻ ഇൻ ദ ഡ്രയസ്റ്റ് പ്ലേസ് ഇൻ അവർ കൺട്രി. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഡിസേർട്ടായിട്ടുള്ള പ്ലേസ്, അതിന് വരണ്ട പ്രദേശമാണ് രാജസ്ഥാനിലെ ഥാർ മരുഭൂമി. ഏരിയാസ് നിയർ ദ ഇക്വേറ്റർ റിസീവ് ദ സെയിം അമൗണ്ട് ഓഫ് സൺലൈറ്റ് ഓൾ ഇയർ ലോങ്. പിന്നെന്താ പറയുന്നത്? ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയ്ക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ, ഭൂമധ്യരേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഒരേ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്, സൺലൈറ്റ് ഒരുപോലെ ലഭിക്കുന്നുണ്ട്. Then let's recall, revolution of the earth around the sun causes variation in the length of the day and night. It also causes different seasons in the world. The 5 seasons of the world are spring, summer, autumn, winter and rainy season. People's lifestyle differs in different seasons in different parts of the world. Houses are built according to the climate of a place. സൂര്യന് ചുറ്റുമുള്ള ആ റെവല്യൂഷൻ കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യം വേരിയേഷൻ, അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻ വരുന്നത് സൂര്യന് ചുറ്റും ഭൂമിയുടെ റെവല്യൂഷൻ എന്താണ്? രാത്രിയും പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിൽ വ്യത്യാസം വരുത്തുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഓൾസോ കോസസ് ഡിഫറെൻറ്റ് സീസൺസ് ഇൻ വേൾഡ്. ഇത് കാരണം നമ്മുടെ വേൾഡിൽ എന്താണ്? വിവിധ സീസൺസ്, ഈ ലോകത്തിൽ വിവിധ സീസൺസ് സംഭവിക്കുന്നത് ഇതുകൊണ്ടാണ്. The 5 seasons of the world are spring, summer, autumn, winter and rainy seasons.
ലോകത്തിലെ 5 സീസൺസ്, മെയിനായിട്ടുള്ള 5 സീസൺസ്: സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ ആൻഡ് റെയിനി സീസൺ. പീപ്പിൾസ് ലൈഫ് സ്റ്റൈൽ ഡിഫേഴ്സ് ഇൻ ഡിഫറെൻറ്റ് സീസൺസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. നമ്മുടെ ലോകത്തിലെ വിവിധ ഭാഗത്തുള്ള ആൾക്കാർ എന്താണ് ഡിഫറെൻറ്റ് സീസൺസിൽ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹൗസസ് ആർ ബിൽറ്റ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്. അപ്പോൾ പിന്നെ എന്താണ് ഹൗസസ് ആർ ബിൽറ്റ് അക്കോർഡിംഗ് ടു ദ ക്ലൈമറ്റ് ഓഫ് ദ പ്ലേസ്. നമ്മുടെ ഓരോ സ്ഥലത്തിൻ്റെയും ക്ലൈമറ്റ്സിന്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് വീടുകൾ ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലാക്ക് ബോർഡ് സീസൺസ് ടീച്ചർ ഹാർഡ് വേർഡ്സ് ആണ് ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത്. ഫസ്റ്റ് വൺ woolen clothes, cold, snowfall, rainfall, fairly. First one woolen clothes, WOOLLEN, woolen clothes, 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 woolen clothes. Next one cold, COLD, cold. Snowfall, SNOWFALL, snowfall. Rainfall, RAINFALL, rainfall. Last one fairly, FAIRLY, fairly. This one വായിക്കുവാണ്. Please listen here. Woolen clothes, cold, snowfall, rainfall, fairly. All of you take your notebooks. Hard words ആണ് നോട്ടിൽ എഴുതാനുള്ളത്. Woolen clothes, cold, snowfall, rainfall, fairly. First one woolen cloth, WOOLLEN, woolen cloths, CLOTHES, cloths. Cold, COLD, cold. Snowfall, SNOWFALL, snowfall. Next one rainfall, RAINFALL, rainfall. Last one fairly, FAIRLY, fairly. അപ്പോൾ നീറ്റായിട്ട് ഹാർഡ് വേർഡ്സ് ലൈനൊക്കെ ടച്ച് ചെയ്ത് ശ്രദ്ധയോടെ ചെയ്ത് ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ.